ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കഥ പാതി വഴിയിൽ പാർട്ട് 20. അവതരണം ഷെറിൻ നൗഷ. ഇതെന്തടാ ഈ പെട്ടിയിൽ? നീ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയതാണോ? ചോദിച്ചു തീർന്നതും ഭരതൻ പെട്ടിയെടുത്ത് തുറന്നു കഴിഞ്ഞിരുന്നു. കൺമുന്നിൽ നോട്ട് കെട്ടുകൾ തെളിഞ്ഞപ്പോൾ ഭരതൻ ഒന്ന് കൺഫ്യൂഷനായി. എന്തടാ അലക്സി, നീ അഭിരാമിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? അവൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. ഭരത, നീ തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ അവളെ കാണാൻ വേണ്ടി തന്നെ പോവാണ്. സമയം ഒരുപാട് വൈകി. അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. മറ്റു ലേഡീസിനെ നോക്കും പോലെ നീ അവളെ മോശമായിട്ട് കാണരുത്. അവൾ അങ്ങനെ മോശപ്പെട്ട ഒരു ക്യാരക്ടർ അല്ല. സത്യം പറഞ്ഞാൽ അവളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ശരിക്കുമുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഒരു ശരീരം കാണുമ്പോൾ അതിനോടുള്ള ആഗ്രഹമല്ല സ്നേഹം. ഒരാളുടെ മനസ്സിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. നമ്മുടെ മനസ്സിലാണ് ഒരു വ്യക്തിക്ക് സ്ഥാനം നൽകേണ്ടത്. നിനക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം ഞാൻ സമയമുള്ളപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം നീ വണ്ടിയിൽ നിന്നിറങ്ങ്, എനിക്ക് പോണം. അവൻ വളരെയധികം സൗമ്യമായി ഭരതനോട് പറഞ്ഞു. അലക്സിയുടെ വാക്കുകൾ കേട്ട ഭരതൻ്റെ മുഖമാകെ മാറി. അവൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. എനിക്ക് മനസ്സിലായടാ, നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ആ പെണ്ണിനെ തഞ്ചത്തിലൊന്ന് കിട്ടിയപ്പോൾ എല്ലാം കൂടി തനിക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങണം അല്ലേ? സമ്മതിക്കില്ലടാ ഞാൻ. ഇതുവരെ നാം ഒന്നിച്ചാണ് എല്ലാം ചെയ്തത്. അവളുടെ മേൽ അധികാരം കാണിക്കാൻ നിന്നെ മാത്രം ഞാൻ സമ്മതിക്കത്തില്ല. ഭരതൻ വാശിയോടെ വണ്ടിയിലേക്ക് അമർന്നിരുന്നു. അലക്സി വാച്ചിലേക്ക് നോക്കി. അഭിരാമി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിക്കാണും. സമയം വൈകും തോറും അവൾക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. താൻ കാശ് കൊണ്ടുവരില്ലെന്ന് കരുതി അവൾ തിരികെ പോവും. അവൾ പറഞ്ഞ ലൂസിഫർ നാളെ അവളുടെ വീട്ടിലെത്തും. പണമില്ലെങ്കിൽ അഭിരാമിയെ അയാളുടെ നാട്ടിലേക്ക് അയാൾ കൊണ്ടുപോകും. അലക്സിയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പാഞ്ഞുപോയി. അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുറകിലെ സീറ്റിൽ നിന്നും അവൻ ഭരതനെ ബലമായി പിടിച്ച് പുറത്തേക്കിറക്കി. പ്ലീസ് ഭരത, എനിക്ക് കൂടുതൽ സമയമില്ല. ഇറങ്ങാൻ കൂട്ടാക്കാതെ നിന്ന ഭരതനെ അവൻ ബലമായി വണ്ടിയിൽ നിന്നും അകലേക്ക് തള്ളി മാറ്റി. അലക്സി ധൃതിയിൽ കാറിലേക്ക് കയറി വണ്ടി ഓടിച്ചു പോയി. ഭരതൻ്റെ സിരകളിലൂടെ ദേഷ്യം ഇരച്ചു കയറി. ചതിയൻ! തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ എന്നെയും എൻ്റെ സൗഹൃദത്തെയും മറന്നു. ചങ്കായി നിന്ന ചങ്ങാതിയെ അവൻ മറന്നു തേണ്ടി. അവൻ പല്ല് ഞെരിച്ച് ഓഫീസിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പുല്ലൻ പോട്ടെ, അവന് ഞാനൊരു പണി വച്ചിട്ടുണ്ട്. ഭരതൻ സഹിക്കാൻ കഴിയാത്ത ദേഷ്യത്താൽ നിലത്ത് ആഞ്ഞു ചവിട്ടി. തൻ്റെ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ഒരുങ്ങി സുന്ദരിയായി പൂജ പുറത്തേക്കിറങ്ങി. തൻ്റെ കാറുമെടുത്താണ് അലക്സി പോയിരിക്കുന്നത്. അവൻ്റെ കാറിനേക്കാൾ പുതിയതാണ് തൻ്റേത്. സാരമില്ല, തനിക്കുള്ളതെല്ലാം ഇനി അവൻ്റെതല്ലേ. അവൾ അലക്സിയുടെ വണ്ടിയുമെടുത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടു. സമയം 3 മണി കഴിഞ്ഞപ്പോഴാണ് അവൾ അലക്സിയുടെ ഓഫീസിൻ്റെ മുൻവശത്തേക്ക് എത്തിയത്. അലക്സി താൻ വന്നത് അറിയണ്ട, അവനൊരു സർപ്രൈസ് ആവട്ടെ എന്നവൾക്ക് തോന്നി. അവൾ പാർക്കിംഗ് ഏരിയയിൽ ഒന്നും തന്നെ തൻ്റെ കാർ കണ്ടില്ല. പൂജ സംശയത്തോടെ ഓഫീസിനകത്തേക്ക് അലക്സിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. പൂജ മേഡം, അലക്സി സാർ കുറച്ച് മുമ്പ് പോയല്ലോ. മേഡത്തെ വിളിച്ചില്ലേ? അവിടെയുള്ള ഒരു സ്റ്റാഫ് അവളോട് പറഞ്ഞു. പൂജ സംശയത്തോടെ നെറ്റി ചൊളിച്ചു. അലക്സി നേരത്തെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്? ഇനി തനിക്ക് ഫോൺ വാങ്ങാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതായിരിക്കുമോ? അവൾ പുറത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഭരതൻ അവളുടെ അടുത്തേക്ക് വന്നു. ഹായ് പൂജ, താനെന്താ ഓഫീസിലേക്ക്? താൻ ഓക്കെ ആയോ? ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഭരതൻ കുശലം അന്വേഷിച്ചുകൊണ്ട് അവളോട് പുഞ്ചിരിച്ചു. ഹായ് ഭരത, ഞാൻ അലക്സിയെ കാണാൻ വേണ്ടി വന്നതാ. അവൻ നേരത്തെ പോയത് ഞാൻ അറിഞ്ഞില്ല. അവളുടെ വാക്കുകളിൽ സങ്കടവും നിരാശയും നിറഞ്ഞു. എൻ്റെ ഫോണിനൊരു ചെറിയ പ്രശ്നം പറ്റി. അലക്സിയോട് എൻ്റെ ഫോൺ ഇന്ന് രാവിലെ നിലത്ത് വീണു. ആകെ പ്രശ്നമായി. ഡിസ്പ്ലേ പോയ ഫോൺ നന്നാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അലക്സി പറഞ്ഞു പുതിയതൊരെണ്ണം വാങ്ങാമെന്ന്. എനിക്ക് തന്നെ സെലക്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അവൾ അവൻ്റെ അടുത്തു നിന്നും പോവാൻ തുടങ്ങി. അലക്സിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഭരതന് തോന്നി. അവൻ നല്ല സമയം വന്നപ്പോൾ തന്നെ മറന്നവനാണ്. പൂജ, ശരിയാണ്, അവൻ നേരത്തെ ഫെഡറൽ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. നിനക്ക് ഫോൺ വാങ്ങാനുള്ള കാശെടുക്കാൻ വേണ്ടിയായിരിക്കും അവ പോയത്. ഭരതൻ അലക്സിക്ക് നേരെ ചെറിയൊരു ചൂണ്ട എറിഞ്ഞു.
ഫെഡറൽ ബാങ്കിൽ അലക്സിക്ക് അക്കൗണ്ടില്ല. അവിടെ പൂജയുടെ അക്കൗണ്ടാണുള്ളത്. അവൾ അറിയാതെ അവളുടെ കാശ് പിൻവലിച്ചത് അവൾ അറിയണം. ഭരതൻ്റെ ഉന്നം പിഴച്ചില്ല. അതെങ്ങനെ? ഫെഡറൽ ബാങ്കിൽ അലക്സിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. അവൻ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ? അവൾ പിന്നീടൊന്നും പറയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അലക്സി അഭിരാമിയുടെ അടുത്തെത്തി. അവൾ അവനെയും പ്രതീക്ഷിച്ച് മൗണ്ടെയിൻ റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അഭിരാമി, താൻ വന്നിട്ട് കുറേ നേരമായോ? അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അത് സാരമില്ല അലക്സി, താൻ വന്നല്ലോ. സമയം വൈകിയപ്പോൾ താൻ ഇനി വരില്ലെന്നെനിക്ക് തോന്നി. ഞാൻ തിരിച്ചു പോവാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷേ നീ വരുമെന്ന് എൻ്റെ മനസ്സെന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തന്നെ കാണാതെ തിരിച്ചു പോവാൻ എനിക്ക് തോന്നിയില്ല. അവളുടെ അടുത്തെത്തിയ അലക്സി അവിടെ ഒരു കസേരയിൽ വന്നിരുന്നു. അഭിരാമി, താനെന്താ വല്ലാത്ത ടെൻഷനിലാണല്ലോ? അലക്സി അവളുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തി. അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല. എൻ്റെ മുഖത്ത് ടെൻഷനുള്ള കാരണം തനിക്കറിയില്ലേ? നാളെ ഞാൻ ഈ നാട് വിട്ടു പോവും. ലൂസിഫർ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നെനിക്കറിയില്ല. അയാളുടെ ഇഷ്ടത്തിനൊത്ത് ചലിക്കുന്ന ഒരു പാവയായി ഞാൻ മാറും. അതിനു മുമ്പ് എനിക്ക് നിന്നോട് യാത്ര പറയണമെന്ന് തോന്നി. അവൾ അവൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു. അലക്സി, തന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് പോയാലും എൻ്റെ സ്വപ്നങ്ങളിൽ നീ മാത്രമേ ഉണ്ടാവൂ. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. അലക്സി അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി. അഭിരാമി, നീ ഇനി കരയരുത്. നിന്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. നീ പറഞ്ഞ പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ അവളെയും കൂട്ടി തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. വണ്ടിയിൽ അലക്സി കൊണ്ടുവന്ന പെട്ടി തുറന്ന് അവളെ അവൻ 1 കോടി രൂപയും കാണിച്ചു കൊടുത്തു. അവരെയും നോക്കി ദൂരെ നിന്നിരുന്ന ഡോക്ടർ വിഷ്ണു ഒരു വട്ടം ക്യാമറയിൽ ക്ലിക്ക് ചെയ്തു. അലക്സിയുടെ മുഖം ഫോട്ടോയിൽ വ്യക്തമായി കാണുന്നുണ്ട്. പെട്ടിയിലെ നോട്ടുകെട്ടുകളും അതിൽ തെളിഞ്ഞു കണ്ടു. അഭിരാമിയുടെ ഒരു വശം ചെരിഞ്ഞ ഫോട്ടോ അവളുടെ മുഖം മാത്രം വ്യക്തമല്ല. ആ ഫോട്ടോ അവൻ ഉടനെ തന്നെ പൂജയുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തു. അഭിരാമി സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചു. അലക്സി അവളുടെ മിഴികൾ തുടച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഈ ഫോട്ടോ കൂടി പൂജ കാണണമെന്ന് വിഷ്ണുവിന് തോന്നി. അവൻ അലക്സി അഭിരാമിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കൂടി പൂജയ്ക്ക് അയച്ചു കൊടുത്തു. ഇതൊന്നും അറിയാതെ അലക്സി അഭിരാമിയെ സ്വയം മറന്ന് സ്നേഹിക്കുകയായിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.